1997 ഞാൻ അവാർഡ് വാങ്ങി ഡൽഹിയിൽ പോയപ്പോൾ അന്ന് സരോജതയിലായിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. അപ്പോൾ ഞാൻ അഡിദാസിൻ്റെ ഒരു ടീഷർട്ട് തൊപ്പിയൊക്കെ വെച്ചപ്പോൾ 1997 ആയിട്ട് പുറത്താണ്. അപ്പോൾ എനിക്കെതിരെ സരോജതയിൽ ടീം നടന്നു വരിക, ജൂറി മെമ്പേഴ്സ്. അതുകൊണ്ട് നമുക്ക് ശങ്കർ മോഹനുണ്ട്, ഈസ് ഡയറക്ടർ ടു ഫെസ്റ്റിവൽസ്. എന്നെ ശങ്കർ മോഹൻ കണ്ടിട്ട് കൈ വന്നിട്ട് പരിചയപ്പെടുത്തി ആൾക്ക് സരോജതയിൽ. Madam, this is Rajendra, the man who played the railway station master's role in the film. Sarojini literally hugged you. She cannot believe that old man in the film. I cannot believe it. You were so young. ഞാൻ കുറച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഇത് എന്നെ ഇവരിങ്ങനെ ശ്ലാഘിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിലുള്ള ഒരാൾ അതിൻ്റെ എന്നെ ഇങ്ങനെ പിയേഴ്സിംഗ് ലുക്ക് നോക്കും. എനിക്ക് ആ ലുക്ക് ഇത്തിരി ഡിസ്റ്റർബിങ് ആയിട്ട് ഇവർ നടന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ എന്നെ കേൾപ്പിച്ചു. ഹലോ സർ, മൈ നെയിം ഈസ് ദിസ്, ഹിസ് നെയിം ഈസ് കണ്ടേവർ, ഐ ആം ഫ്രം ബോംബെ ആൻഡ് ഐ വാസ് ജൂറി മെമ്പർ. പിന്നെ പുള്ളി പറഞ്ഞത് എൻ്റെ മനസ്സിലൊരു ഭാരം എനിക്ക് ഒന്ന് ഇറക്കി വെക്കണം, നിങ്ങൾ സഹായിക്കുക. മനസ്സിലായില്ല. വേറെ ഞാൻ സ്റ്റേ ചെയ്യുന്ന ഷോ ഹോട്ടൽ എൻ്റെ തോന്നുന്നു പറയാനുള്ളത് ഞാൻ കൊണ്ടു നടക്കാൻ ഈ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. നമുക്ക് കുഴപ്പമില്ല, അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല, ഞാൻ താങ്കളെ അങ്ങോട്ട് വിളിക്കാം. അവിടുത്തെ ഭരണത്തിലൊക്കെ ഞാൻ വിട്ടുപോയി. അപ്പോൾ അവാർഡ് കഴിഞ്ഞിട്ടെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ ഇവർ കാണിക്കുന്ന ഒരു വൃത്തികൾ താമസിക്കുന്ന മുഴുവൻ ചായ ഒഴിച്ചതിൻ്റെ ആശയം റൂം വാടക മാത്രം സർക്കാർ കൊടുത്തു. അപ്പോൾ ആ ബില്ല് പേ ചെയ്യാനായിട്ട് ഞാൻ ഭാര്യ താഴെ നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഇയാളെ ലഭിക്കുമെന്നറിയും. ശിവാലിന്ദ്രൻ എന്നെ വിളിച്ചിരുന്നു, ഞാൻ വിട്ടുപോയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് കഥ പറയാം. എന്താണ് ഈ ടോൾ മി എ സ്റ്റോറി. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അവാർഡ് നിശ്ചയം പൂർത്തിയായപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഐ വാസ് ദ ബെസ്റ്റ് ആക്ടർ. ദാറ്റ് മീൻസ് ഐ ആം ആൾ alone. And my film was the best feature film in India, and I was the best director. ഈ 3 അവാർഡും രാജചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ് തീരുമാനം ആകേണ്ട സമയം വന്നപ്പോൾ അതിനകത്ത് ഒരു തിരുമറി നടക്കുകയും ആ തിരുമറിയിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ നന്നായി തിരുമറിച്ചിട്ടാണ് ഈ രീതിയിൽ മാറിപ്പോയത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഒരു ഇതിഹാസമായി മാറിയത്.